ഞങ്ങളൊരു യാത്രയിലായിരുന്നു കൊച്ചിയിലോട്ടുള്ള യാത്ര മധ്യേ ഒരു ആക്സിഡന്റ് കണ്ടു. തൃപ്പയാർ വെച്ചിട്ടാണ്. ഇപ്പോൾ വാഹനം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഹൈവേയിലാണ് സംഭവിച്ചിട്ടുള്ളത്. വാഹനം കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് ഭയങ്കര ഒരു ആക്സിഡന്റ് സംഭവിച്ചൊരു വാഹനമാണ്. ഇതിൻ്റെ ഭാഗങ്ങൾ കണ്ടോളൂ. എല്ലാം ടോട്ടൽ ലോസ് കാറ്റഗറിയിലോട്ടാണ് മാറിയിട്ടുള്ളത്. പക്ഷെ സംഭവിച്ചത് ഇങ്ങനെ ഒന്നല്ല കേട്ടോ. അതിൻ്റെ ഓരോ പാർട്സുകളായിട്ട് എന്താ സംഭവിച്ചതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ എൻജിൻ കേസായിട്ട് ഇവിടെ കിടക്കുന്നത്. ആ വാഹനം അവിടെ കിടന്നില്ലേ, വാഹനം അവിടെ എൻജിൻ്റെ പാർട്സ് കൂടെ ബമ്പർ കാര്യങ്ങൾ ഇവിടെ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു നോക്ക്. ഇത്രയും ലെങ്ത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പാർട്സുകൾ അവിടെയുണ്ട്, അതും കാണിച്ചു തരാം. വാ, അവിടെ തിരിച്ചു വന്നാ കണ്ടില്ല നിങ്ങൾ. ഈ ഡിവൈഡറിൻ്റെ അവിടെ നിന്ന് വണ്ടി അവിടെ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് പാറി വന്നതാണ്. ഇനി എവിടെ സംഭവിച്ചു എന്നുള്ളത് കൂടി കാണിച്ചു തരാം. വാ, ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ആക്സിഡൻറ്റ് സംഭവിച്ചു ഇവിടെ കേട്ടോ. വണ്ടീൻ്റെ ഒരു പാർട്ട് ഇവിടെ ഉണ്ട്, ബാക്കി ഭാഗങ്ങൾ നമ്മൾ നേരത്തെ അവിടെ കടിച്ചിട്ടുള്ളത്. അസ്ലംക്ക, എന്താണ് സംഭവിച്ചത്, എന്താ പറയാനുള്ളത്? ഇതിൽ യാത്രക്കാരായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തോ ഭാഗ്യം കഴിച്ചിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ കാണുന്ന ഹൈവേ ആണ്. അവിടുന്ന് അത്രയും സ്പീഡിൽ വന്നിട്ട് ഇവിടെ തട്ടി സംഭവിച്ചു. വണ്ടി ഇവിടുന്ന് പറന്നു പോയി എന്നാണ് ആൾക്കാർ പറയുന്നത്. അസ്ലംക്ക, എന്താണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത്? ഇതിനെക്കുറിച്ച് പറയാനുള്ളത് വെച്ചാല് വണ്ടിയുടെ പല പാർട്സും പല ഭാഗത്തായിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വണ്ടിയുടെ സൈഡ് മൊത്തം ഇവിടെ കിടക്കുന്നതാണ്. അതെ അതെ അതെ. അപ്പോൾ നമ്മളൊക്കെ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ആരും വികസനത്തിന് നമ്മൾ ആരും എതിരല്ല. പക്ഷേ ജനങ്ങളുടെ ജീവന് അതിലേറെ നമ്മൾ വില കൽപ്പിക്കേണ്ടിയിരിക്കും. അപ്പോൾ ലോങ് വ്യൂവിൽ വരുന്ന വണ്ടി ഒരിക്കലും ഈ ഒരു തൊട്ടടുത്ത് വരുമ്പോൾ ഇവിടെ ചെറിയൊരു ഡിവൈഡർ വെച്ചിട്ടുണ്ട്. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇത് റിഫ്ലക്ട് ചെയ്യും, പക്ഷേ പകലാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റില്ല. അപ്പൊ ആ ഒരു സമയത്ത് ഇതിന് വേണ്ട അധികൃതർ ഇതിന് വേണ്ട മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ അപകടം സംഭവിച്ചേക്കാം. എന്തായാലും ശ്രദ്ധിക്കുക. ഇതേപോലെ ദീർഘദൂര യാത്രകളൊക്കെ വരുന്ന ആളുകൾ ഹൈവേയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ അപകടങ്ങൾ ഉണ്ടാകാൻ ചാൻസസ് കൂടുതലാണ്. ഒരു ഇൻഫോർമേറ്റീവിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് ശ്രദ്ധിക്കാം അല്ലേ.